വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഒരു സാധനം ഹെയർ കെയറിനാണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ചെയ്യാറില്ല. ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കാറില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നമ്മുടെ അടുക്കളയിലോ നമ്മുടെ പറമ്പിലോ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും ചെയ്യാറ്. കാരണം എല്ലാവർക്കും നമ്മുടെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ആകെ ഷാമ്പു മാത്രമാണ് പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഉപയോഗിക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഷാമ്പു ഉപയോഗിക്കത്തില്ലായിരുന്നു. ഞാൻ ചെമ്പരത്തി താളിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കഞ്ഞിവെള്ളവും സവോളയും വെച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പനങ്കുല പോലെ വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല മാറ്റം കാണാൻ സാധിക്കും. പിന്നെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇവിടുന്നൊക്കെ ആയിട്ട് കിളുത്ത് വരുന്ന കാണാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ആയിട്ട് മുടികൾ ഇങ്ങനെ കിളുത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നാണ്. കണ്ടോ, എനിക്ക് ഇപ്പം ഞാൻ ക്ലോറിൻ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും എൻ്റെ ഒരു ഉള്ള നീളവും ഉള്ള കട്ടിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഈ ഹെയർ പാക്കൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളെ വേണ്ടുള്ളൂ. നമ്മുടെ തലേദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ നമ്മുടെ സവോളയാണ് വേണ്ടത്. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ചൈനയിലും ജപ്പാനിലൊക്കെ പെൺകുട്ടികളുടെ നീളമുള്ള മുടിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളമാണെന്നാണ് പറയുന്നത്. കഞ്ഞിവെള്ളത്തിൽ ഇനിസിറ്റോൾ എന്നൊരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഇത് കേടുവന്ന മുടിയെ ഉള്ളിൽ നിന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് അമിനോ ആസിഡുകളും വിറ്റാമിനുകളും ഒക്കെ ഉണ്ട്. ഇത് മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു കണ്ടീഷണർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു സവോള എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് അത് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സവോളയിൽ വലിയ അളവിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഈ സൾഫർ നമ്മുടെ മുടിയുടെ പ്രധാന ഘടകമായിട്ടുള്ള കെരാറ്റിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും പിന്നെ നമ്മുടെ മുടിയുടെ വേരുകളെയൊക്കെ ബലപ്പെടുത്താനും പുതിയ മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിലോ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ സവോള അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി എടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. സവോളയേക്കാൾ ഇച്ചിരി ബെറ്റർ ചെറിയ ഉള്ളിയാണ്. ഇവിടെ ചെറിയ ഉള്ളി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ സവോള എടുത്തത്. ചെറിയ ഉള്ളിലാണ് കൂടുതൽ സൾഫർ അടങ്ങിയിട്ടുള്ളത്. ഒരു മീഡിയം ലെങ്ത് മുടിയുള്ളവരാണെങ്കിൽ ഒരു പിടി ചെറിയ ഉള്ളി എടുത്താൽ മതിയോ, ഒരു 10-15 എണ്ണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം നമ്മുടെ മുടിയുടെ ലെങ്തിനനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ഇച്ചിരി കൂട്ടി ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ തലയിലെ ജടയൊക്കെ കളയണം. ജട കളയാൻ വേണ്ടിയിട്ട് നല്ല പല്ലകലമുള്ള ചീപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നിങ്ങൾക്ക് കൈ വെച്ചിട്ടൊന്ന് ജട കളഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ചീപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ നമ്മുടെ തലയിൽ തൊട്ട് പുരട്ടണം. ഞാൻ ഡെയിലി തല കുളിക്കുമ്പം കുറച്ചെങ്കിലും ഹെയർ ഓയിൽ തൊട്ട് പുരട്ടിയതിന് ശേഷമേ തല കുളിക്കാറുള്ളൂ. അത് നല്ലതാണ്. പിന്നെ നമുക്ക് ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഏട്ടൻ എപ്പോഴോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ബോട്ടിലാണ്. ഇത് നല്ലതാട്ടോ. ഇത് സ്ക്വീസ് ചെയ്ത് നമുക്ക് തലയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഇത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് അത് പിടിച്ച മുടിയുടെ അറ്റത്ത് നമുക്കിത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. മുടി നല്ലപോലെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വീട്ടിൽ എന്തായാലും കഞ്ഞി വയ്ക്കുമല്ലോ, അതിൻ്റെ കഞ്ഞിവെള്ളം എന്തായാലും മിച്ചം ഉണ്ടാവുമല്ലോ. അത് കുറച്ച് തലേദിവസം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം അത് മാത്രമാണെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് തല കഴുകിയാൽ മതി. എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നല്ല മസാജ് ചെയ്തതിന് ശേഷം മുടിയുടെ അറ്റത്തുമൊക്കെ നമുക്ക് ഇത് തേക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.